ഒരു ഫ്രാക്ഷനെ സിംപ്ലസ്റ്റ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ എങ്ങനെ ചെയ്യാം അറിയോ? നേരത്തെ നമ്മൾ പറഞ്ഞു ഒരു ഫ്രാക്ഷന്റെ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും സെയിം നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും ഡിവൈഡ് ചെയ്താലും അതിന്റെ വാല്യൂവിൽ ചേഞ്ച് വരില്ല അല്ലേ? അപ്പൊ നമ്മുടെ കുറെ വലിയ നമ്പേഴ്സ് ഉപയോഗിച്ചിട്ടുള്ള ഫ്രാക്ഷനെ സെയിം നമ്പർ കൊണ്ട് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ഡിവൈഡ് ചെയ്താൽ ആ ഫ്രാക്ഷന്റെ വലിയ ഫ്രാക്ഷന്റെ അതേ വാല്യൂ തന്നെയായിരിക്കും ഈ ചെറിയ ഫ്രാക്ഷനും ഉണ്ടാവുക. എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇതൊരു സർക്കിൾ. ഈ സർക്കിളിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? കുറെ പാർട്ടാക്കി ഡിവൈഡ് ചെയ്യുന്നു. എത്ര പാർട്ടായി ഇപ്പോ ഇത്? 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്തു. ടോട്ടൽ 16 പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? എന്ത് ചെയ്യുക? ഇതിന്റെ കുറച്ച് ഭാഗം നമ്മൾ കളർ കൊടുക്കുന്നു. ഹാഫ് പോർഷൻ. ഈ ഹാഫ് പോർഷൻ നമ്മൾ കളർ കൊടുത്താല് ടോട്ടൽ 16 പാർട്സ് ആണുള്ളത് അല്ലേ? 16 പാർട്സില് 8 പാർട്സ് നമ്മൾ കളർ ചെയ്തു. 8 പാർട്സ് കളർ ചെയ്തു. അങ്ങനെയാണെങ്കിൽ നോർമലി നമ്മൾ ഇതിന്റെ ഫ്രാക്ഷൻ എങ്ങനെ എഴുതുക? എങ്ങനെ എഴുതും? 16 പാർട്സ് ആക്കിയതിൽ 8 പാർട്സ് കളർ ചെയ്തു. അപ്പൊ നമ്മൾ എങ്ങനെ പറയും? 8 by 16. Yes, 8 by 16 എന്ന് പറയും അല്ലെ? ഇതെന്ന് പറയുന്നത് രണ്ടും വലിയ നമ്പേഴ്സ് ആണ്. 8ഉം വലുതാണ്, 16ഉം വലുതാണ്. നമുക്ക് ഇതിനെ സിംപ്ലസ്റ്റ് ഫോമിലേക്ക് മാറ്റാൻ നോക്കാം. എങ്ങനെ ചേഞ്ച് ചെയ്യാം സിംപ്ലസ്റ്റ് ഫോമിലേക്ക്? ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും സെയിം നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. സെയിം നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാന്ന് വെച്ചാൽ അതിന്റെ HCF കൊണ്ട് ഡിവൈഡ് ചെയ്യാം. HCF മീൻസ് ഹയസ്റ്റ് കോമൺ ഫാക്ടർ. രണ്ടിന്റെയും ന്യൂമറേറ്ററിന്റെയും ഡിനോമിനേറ്ററിന്റെയും HCF കൊണ്ട് ഡിവൈഡ് ചെയ്യാം. എങ്ങനെ HCF കണ്ടുപിടിക്കാം? HCF എങ്ങനെ കണ്ടുപിടിക്കാം? ഓർമ്മയുണ്ടോ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞെ? LCM കണ്ടുപിടിക്കാൻ പറഞ്ഞെന്ന് ഓർമ്മയുണ്ടോ? 8ന്റെയും 16ന്റെയും HCF കണ്ടുപിടിക്കണം. ആദ്യം നമ്മൾ എന്ത് ചെയ്യും? നേരത്തെ ചെയ്ത പോലെ തന്നെ LCM കണ്ടുപിടിക്കാൻ വേണ്ടി ചെയ്ത പോലെ തന്നെ എന്താ ചെയ്യണ്ടേ? 8ഉം 16ഉം രണ്ട് നമ്പേഴ്സ് ഇതുപോലെ എഴുതി എന്നിട്ട് ഇതേപോലെ വരയാക്കി ഇട്ടു. എന്നിട്ട് എന്ത് ചെയ്യാം? ഇതിനെ രണ്ടിനെയും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു നമ്പർ, സിംപ്ലസ്റ്റ് ഏറ്റവും ചെറിയ നമ്പർ ആദ്യം എടുക്കാം ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത്. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാലോ രണ്ടിനെ. 8നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം.
16നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 8നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടും? 8നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 4 എന്ന് കിട്ടും. 16നെ ഡിവൈഡ് ചെയ്താൽ 8 എന്ന് കിട്ടും. ഇനി പിന്നെ ഡിവൈഡ് ചെയ്യാലോ, 4നെയും 8നെയും 2 കൊണ്ട് അഗൈൻ ഡിവൈഡ് ചെയ്യാലോ. ടു കൊണ്ട് ഡിവൈഡ് ചെയ്താല് 4നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താല് 2, 8നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താല് 4. പിന്നെയും നമുക്ക് രണ്ടിനെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലെ. 2നെ 4നെ നമുക്ക് പിന്നെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. പിന്നെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടും? എത്ര കിട്ടും? 2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താല് 1, 4നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താല് 2. ഇനി ഇതെല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്യുന്ന രൂപത്തിൽ എഴുതാം. അതായത് നമ്മൾ ഈ ഡിവൈഡ് ചെയ്ത നമ്പേഴ്സ് ഇല്ലേ, ഡിവൈഡ് ചെയ്ത നമ്പേഴ്സ് എല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്യുന്ന പോലെ എഴുതാം. 2 into 2 into 2 into 1 into 2. ആ 1ന്റെ വാല്യൂ ഇല്ലാത്തതുകൊണ്ട് 2 into 2 into 2 into 2. ഇതിൽ 4 2 ആണല്ലോ ഉള്ളത് അല്ലേ. ഇതിനെ എന്ത് ചെയ്യണം എന്നറിയോ? ഈ 2 2 മാത്രം ഒരു 2 ആക്കി കൺസിഡർ ചെയ്യാം. ഇത് നമ്മൾ രണ്ട് നമ്പേഴ്സിന്റെ HCF അല്ലേ കാണുന്നേ. അതുകൊണ്ട് 2 2ന് പകരം ഒരു 2 എടുക്കാം. 4 2s ഉണ്ട്, 4 2s മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. അതില് 2 2ന് പകരം ഒരു 2 എടുത്തു. അടുത്ത 2 2ന് പകരം ഒരു 2 എടുത്തു. എന്നിട്ട് അതിനെ മൾട്ടിപ്ലൈ ചെയ്താൽ 4 എന്ന് കിട്ടും. 4 is the HCF of 8 and 16. ഇങ്ങനെയാണ് HCF കണ്ടുപിടിക്കുന്നത്. HCF കണ്ടുപിടിക്കാൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, മുന്നേ പഠിച്ചല്ലേ. LCM ഉം HCF ഉം പഠിച്ചതായിരിക്കും. ഒന്നുകൂടി ഓർമ്മിപ്പിച്ചേ ഉള്ളൂ. ദിസ് ഈസ് ദി വേ ടു ഫൈൻഡ് ഔട്ട് ദി HCF. അപ്പൊ 8ന്റെയും 16ന്റെയും HCF is 4. ഇനി നമ്മൾ എന്തിനാ ഈ HCF കണ്ടുപിടിച്ചേ? തന്നിരിക്കുന്ന ഫ്രാക്ഷനെ സിംപ്ലസ്റ്റ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതിനു വേണ്ടിയിട്ടാണ് HCF കണ്ടുപിടിച്ചത്. എങ്ങനെ കൺവേർട്ട് ചെയ്യും? ആദ്യം നമ്മൾ 8നെ അത് എഴുതി ചെയ്യുന്നതായിരിക്കും ഒന്നുകൂടി ബെറ്റർ. 8/16. 8/16 എന്ന് പറയുന്ന ഫ്രാക്ഷനെ നമ്മൾ സിംപ്ലസ്റ്റ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തു. ആദ്യം നമ്മൾ എന്ത് ചെയ്യാം? HCF കൊണ്ട് രണ്ടിനെയും ഡിവൈഡ് ചെയ്യാം. ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ഡിവൈഡ് ചെയ്യാം. 8നെ 4 കൊണ്ട്, അതായത് ഇതിന്റെ ഡിനോമിനേറ്റർ 4 ആണ്. അപ്പൊ 8നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താല്, ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ 8നെ ജസ്റ്റ് ഒന്ന് സ്ട്രൈക്ക് ചെയ്തിട്ട് അതിന്റെ മേലെ 4 എന്ന് എഴുതാം. സോറി, 8നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2 ആണ് കിട്ടുന്നത് അല്ലെ. അപ്പോ 8നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിന്റെ തൊട്ട് മേലെ 2 എന്ന് എഴുതാം. 16 അതുപോലെ ജസ്റ്റ് ഒന്ന് സ്ട്രൈക്ക് ചെയ്യാം. ദാറ്റ് മീൻസ് we are dividing 16 by 4. 16നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 4 തന്നെ കിട്ടി. അപ്പൊ ഈ 8/16 ഉള്ളതിനെ നമ്മൾ 2/4 എന്നാക്കി. സെയിം നമ്പർ കൊണ്ട് രണ്ടിനെയും ഡിവൈഡ് ചെയ്തു, 2/4 എന്നാക്കി അല്ലെ. ഇനി അഗൈൻ 2ന്റെയും 4ന്റെയും HCF കണ്ടുപിടിക്കാം. ഉണ്ടോന്ന് നോക്കുക. 2നും 4നും HCF ഉണ്ടെങ്കിൽ ആ HCF കൊണ്ട് 2നെയും 4നെയും ഡിവൈഡ് ചെയ്യാം. 2ന്റെയും 4ന്റെയും HCF എത്രയാ? ഇല്ലേ? 2 is the HCF of 2 and 4. കാരണം 2 കൊണ്ട് രണ്ടിനെയും ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലെ. അപ്പൊ എന്ത് ചെയ്യാം? ഇനി ഈ 2നെ ഒന്ന് സ്ട്രൈക്ക് ചെയ്ത് 2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, 1 എഴുതാം.
അതിന് താഴെ ഡിനോമിനേറ്ററിനെ 4-നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു 2 എന്ന് എഴുതി. അപ്പൊ ആ തന്നിരിക്കുന്ന 2/4 എന്നുള്ള ഫ്രാക്ഷൻ എന്തായി മാറി? 1/2 ആയി മാറി. അപ്പോ നമ്മൾ ഈ 8/16 എന്നുള്ള ആ ഫ്രാക്ഷൻ ഏതിലേക്ക് കൺവേർട്ട് ചെയ്തു? സിമ്പിൾ ഫോമിലേക്ക് ഏതിലേക്ക് മാറ്റി എഴുതി? 1/2 മാറ്റി എഴുതി. ആദ്യം നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 2/4 എന്ന് കിട്ടി. പിന്നെ ആ 2/4-നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു 1/2 എന്ന് കിട്ടി. അതായത് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും സെയിം നമ്പർ കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. ഏറ്റവും സിമ്പിൾ ഫോം കിട്ടുന്നത് വരെ സെയിം നമ്പർ കൊണ്ട് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ഡിവൈഡ് ചെയ്തു. ഇനി 1/2 എന്ന് പറയുന്ന ഫ്രാക്ഷനെ നമുക്ക് എഗൈൻ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, സിമ്പിൾ ആക്കാൻ പറ്റില്ല. കാരണം 1-നെ നമുക്ക് വേറെ ഒരു നമ്പറിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. സോ ഇറ്റ് ഈസ് ദി സിംപ്ലസ്റ്റ് ഫോം ഓഫ് 8/16. 8/16 എന്ന് പറയുന്ന ഈ ഫ്രാക്ഷന്റെ ഏറ്റവും സിംപ്ലസ്റ്റ് ഫോം ആണ് 1/2. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയേ, ഈ പിക്ചർ ഒന്ന് നോക്കിയേ. നമ്മൾ ആദ്യം 16 പാർട്സ് ആക്കിയതില് 8 പാർട്സ് ആണ് നമ്മൾ ഇവിടെ കളർ ചെയ്തത്. അത് നിങ്ങളൊന്ന് ജസ്റ്റ് നോക്കിയാൽ മനസ്സിലാവും. കറക്റ്റ് 2 ആക്കി ഡിവൈഡ് ചെയ്തതിൽ ഒരു പാർട്ടല്ലേ ഇത്, അല്ലേ? ആ പാർട്ട് നമുക്ക് ഒന്നും കൂടി കളർ എടുത്ത് നോക്കാം. അതിനൊന്നും കൂടി കളർ ചെയ്താല് നോക്കി, കറക്റ്റ് 2 ആക്കിയതിൽ, കറക്റ്റ് 2 പാർട്ട് ആക്കിയതിൽ ഒരു പാർട്ടാണ് അത്, ആണല്ലോ, അല്ലേ? അപ്പൊ ഈ 8/16 എന്ന് പറയുന്നതും 1/2 എന്ന് പറയുന്നതും സെയിം തന്നെയല്ലേ, അല്ലേ? So we can say 1/2 is the simplest form of 8/16. എങ്ങനെയാ നമ്മൾ 8/16 1/2 കൺവേർട്ട് ചെയ്തത്? ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും സെയിം നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് ഏറ്റവും സിമ്പിൾ ഫോം കിട്ടുന്നത് വരെ ഡിവൈഡ് ചെയ്യാം. അങ്ങനെയാകുമ്പോ ആ രണ്ട് ഫ്രാക്ഷന്റെയും വാല്യൂ സെയിം ആയിരിക്കും. അത് ഈ ഒറ്റൊരു ഡയഗ്രത്തിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, അല്ലെ? 8/16 എന്ന് പറയുന്ന ഈ പാർട്ടും 1/2 എന്ന് പറയുന്ന പാർട്ടും സെയിം തന്നെയാണ്. അതിന്റെ വാല്യൂവിൽ ഒരു ചേഞ്ചും വരുന്നില്ല. സോ നമ്മൾ ഒരു ഫ്രാക്ഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഫ്രാക്ഷൻ നമുക്ക് ഒരു ആൻസർ ആയിട്ടോ എങ്ങനെയെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അതിനെ ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യണം. അതായത് സിംപ്ലസ്റ്റ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാന്ന് പറഞ്ഞാല് വലിയ നമ്പർ ഉള്ള ഫ്രാക്ഷൻ ആണെങ്കിൽ അതിനെ ഡിവൈഡ് ചെയ്ത് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ചെറിയ ചെറിയ നമ്പർ ആക്കി എഴുതാം. അങ്ങനെയാവുമ്പോ നമുക്ക് ആ പോർഷൻ മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞു 1000 by 10,000. 1000 by 10,000. ഇതിപ്പോ എത്രയാന്ന് നമുക്ക് വലിയ പിടുത്തമില്ല. വലിയ നമ്പർ ആണ്. ന്യൂമറേറ്റർ എന്ന് പറയുന്നത് 1000 is a big number and 10,000 is a another big number. രണ്ടും വലിയ നമ്പേഴ്സ് ആകുമ്പോൾ നമുക്ക് ആ പോർഷൻ മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോ ഒരു 10,000 ആൾക്കാരുള്ളതിൽ 1000 ആൾക്കാർ എന്ന് പറഞ്ഞാൽ നമുക്ക് അത് എത്രയാണെന്ന് ഊഹിക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ട് വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ ഏറ്റവും സിമ്പിൾ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്താൽ അത് എത്രയാ ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. ഇങ്ങനെ സീറോസ് വെച്ചിട്ടുള്ള നമ്പേഴ്സ് ആണെങ്കിൽ ഡിവൈഡ് ചെയ്യാനുള്ള ഒരു എളുപ്പ വഴിയുണ്ട്. സിംപ്ലസ്റ്റ് ഫോമിലേക്ക് മാറ്റാനുള്ള ഒരു എളുപ്പ വഴിയുണ്ട്. സീറോസ് വെച്ചിട്ടുള്ള നമ്പേഴ്സ് ആണെങ്കിൽ നമുക്ക് 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, അല്ലെ? ന്യൂമറേറ്ററും ഡിനോമിനേറ്ററിലും 0 വരുന്നുണ്ടെങ്കിൽ
10 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാന്ന് വെച്ചാൽ അതിന്റെ 0 ഒന്ന് മാറ്റിയാൽ മതി. നമ്മൾ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ ആ നമ്പറിന്റെ കൂടെ ഒരു 0 ആഡ് ചെയ്യല്ലേ ചെയ്യുന്നത് അല്ലേ? അപ്പൊ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞാല് ആ നമ്പറിലെ ഇല്ല സീറോസ് ഒക്കെ അങ്ങ് മാറ്റാം. ഒരു 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു 0 മാറ്റുന്നു. രണ്ട് 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ 2 0 മാറ്റുന്നു. അങ്ങനെ ഈ ന്യൂമറേറ്ററിലെയും ഡിനോമിനേറ്ററിലെയും ആദ്യം നമ്മൾ ഓരോ സീറോസ് അങ്ങ് കട്ട് ചെയ്തു. ദാറ്റ് മീൻസ് വി ആർ ഡിവൈഡിങ് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ബൈ 10. ആദ്യം നമ്മൾ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ നമ്മൾ ഓരോ സീറോ അങ്ങ് കട്ട് ചെയ്തു. അപ്പൊ എത്ര വന്നു? 100 by 1000. 100 by 1000. ഇവിടെയും ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും സീറോസ് വരുന്നുണ്ട്. Again നമ്മൾ ഓരോ സീറോ കട്ട് ചെയ്തു. That means we are dividing both by 10. അപ്പൊ എത്ര ബാക്കിയായി? 10 by 100. ഇവിടെ ന്യൂമറേറ്ററിൽ ഒരു സീറോ വരുന്നുണ്ട്, ഡിനോമിനേറ്ററിലും രണ്ട് സീറോയും വരുന്നുണ്ട്. ആ ഓരോ സീറോ കട്ട് ചെയ്യാം. ബാക്കി എത്ര കിട്ടി? 1 by 10. ഇനി നമുക്കൊന്നും ഒരു നമ്പർ കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. കാരണം ന്യൂമറേറ്ററിൽ 1 വന്നു. 1നെ നമുക്ക് വേറെ നമ്പർ കൊണ്ടൊന്നും ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. So 1 by 10 is the simplest form of 1000 by 10,000. ഇങ്ങനെ സീറോസ് ഉള്ള നമ്പേഴ്സ് ആണെങ്കിൽ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും സീറോസ് വരുന്നുണ്ടെങ്കിൽ ഈക്വൽ ആയിട്ട് സീറോസ് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിനുശേഷം വേറെ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ വേറെ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇപ്പോ 250 ഡിവൈഡഡ് ബൈ 300 ആണെന്ന് വെച്ചോ. 250 ഡിവൈഡഡ് ബൈ 300. നമുക്ക് പെട്ടെന്നൊരു 250 ഡിവൈഡഡ് ബൈ 300 എന്ന് പറഞ്ഞാൽ പെട്ടെന്നൊന്നും മനസ്സിലാവില്ല അല്ലെ? ഇത് എത്രയാന്ന് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ സിംപ്ലസ്റ്റ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. 250 ഡിവൈഡഡ് ബൈ 300 എന്ന് പറയുമ്പോൾ ന്യൂമറേറ്ററിലും സീറോ വരുന്നുണ്ട്, ഡിനോമിനേറ്ററിലും സീറോ വരുന്നുണ്ട്. ഈക്വൽ ആയിട്ട് സീറോസ് കട്ട് ചെയ്ത് കൊടുക്കുക. ഓരോ സീറോ കട്ട് ചെയ്തു. ബാക്കി വരുന്നു 25 by 30. 25 by 30 എന്ന് കിട്ടി. ഇനി 25ലും 30ലും കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ഇറ്റ് ഈസ് 5. 5 കൊണ്ട് രണ്ടിനെയും ഡിവൈഡ് ചെയ്യാം. 5 കൊണ്ട് 25നെ ഡിവൈഡ് ചെയ്താൽ we get 5. 30നെ ഡിവൈഡ് ചെയ്താൽ we get 6. Then 5 by 6 എന്ന് കിട്ടി. ഇനി നമുക്ക് 5 by 6നെ വേറെ നമ്പർ കൊണ്ടൊന്നും ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. So 5 by 6 is the simplest form of 250 divided by 300. 250 by 300ന്റെ simplest form ആണ് 5 by 6. ഇതെങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായല്ലോ? മനസ്സിലായില്ലേ? ഇനി കുറച്ച് നമ്പേഴ്സിന്റെ സിംപ്ലസ്റ്റ് ഫോം കണ്ടുപിടിക്കാൻ വേണ്ടി തന്നാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കൂടെ? ചെയ്യാലോ? ഓക്കെ, അപ്പോൾ ടെക്സ്റ്റ് നോട്ട് എടുത്തോ. ഫസ്റ്റ് വൺ 240 by 850. വേണ്ട, 800 ആയിക്കോട്ടെ. $250 by 800. 125 by 500.
ഇത് രണ്ടെണ്ണം ഒന്ന് കണ്ടുപിടിച്ചേ പെട്ടെന്ന്. ഞാനിപ്പോ പറഞ്ഞു തന്നതുപോലെ തന്നെ കട്ട് ചെയ്ത് എഴുതിക്കോ. അങ്ങനെയാവുമ്പോ നിങ്ങൾക്ക് ഫ്രാക്ഷൻ കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കും. കിട്ടി മിസ്. ഒന്നാമത്തെ കിട്ടിയില്ലേ? രണ്ടാമത്തെ ഒന്നാമത്തെ പറഞ്ഞു തരണല്ലോ എങ്ങനെ കിട്ടിയെന്ന്. വേണ്ട 3/10 തന്നെയാണ് ആൻസർ. രണ്ടാമത്തെ 125 by 500. ഇവിടെ സീറോസ് ഒന്നും ക്യാൻസൽ ചെയ്യാനില്ല. അപ്പൊ എന്താ ചെയ്യണ്ടേ? ആദ്യം നിങ്ങൾക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ കിട്ടുന്ന ഏത് നമ്പർ കൊണ്ടാണോ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത് നോക്കാം. 2നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലെ? ചെയ്യാൻ പറ്റില്ലേ? ഇപ്പൊ 125നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താല് 12ല് 5 2 ടൈംസ് പോകും. പിന്നെ ഇവിടെ 2 ഉണ്ട്. 25ല് 5 ടൈംസും പോകും. സോ 125നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താല് 25 എന്ന് കിട്ടി. ഇനി 500നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താലോ 100 എന്ന് കിട്ടും അല്ലെ? 500 divided by 5 is equal to 100 എന്ന് കിട്ടും. ഇനി 25നെയും 100നെയും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ നമ്പർ ഇറ്റ് ഈസ് 25 itself. 25നെ 4 തവണ മൾട്ടിപ്ലൈ ചെയ്താൽ 100 കിട്ടും അല്ലെ? അപ്പൊ 25നെ 25 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 കിട്ടി. 100നെ 25 കൊണ്ട് ഡിവൈഡ് ചെയ്താല് 4 കിട്ടി. അപ്പൊ എത്ര? ഈ 125 by 500 എന്നുള്ള ഫ്രാക്ഷൻ നമ്മൾ എങ്ങനെ കൺവേർട്ട് ചെയ്തു? 1/4. So 1/4 is the simplest form of 125 by 500. മനസ്സിലായോ? നിങ്ങള് ഫ്രാക്ഷൻ കിട്ടിയാല് അതിന്റെ HCF കണ്ടുപിടിച്ചിട്ട് തന്നെ ചെയ്യണമെന്നില്ല. എങ്ങനെ ചെയ്താലും സിംപ്ലസ്റ്റ് ഫോം കണ്ടുപിടിക്കുമ്പോൾ ഈക്വൽ ആയിരിക്കും. അതാ മെത്തേഡിൽ പറയുന്നതേ ഉള്ളൂ. HCF കൊണ്ട് ഡിവൈഡ് ചെയ്യണമെന്ന് പറയുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് എത്ര ചെയ്താലും ഏറ്റവും ലാസ്റ്റ് കിട്ടുന്ന സിംപ്ലസ്റ്റ് ഫോം എല്ലാവർക്കും ഈക്വൽ ആയിരിക്കും. ചെയ്യാൻ പറ്റുന്ന നമ്പർ കൊണ്ടൊക്കെ ഡിവൈഡ് ചെയ്യാം. ഇവിടെ നേരിട്ട് തന്നെ ചെയ്യാം. 125 divided by 500 എന്നുള്ളതിനെ ഡയറക്റ്റ് ആയിട്ട് 1/4 എന്ന് എഴുതാൻ പറ്റും. എങ്ങനെ അറിയാം? 125നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 500 എന്ന ആൻസർ കിട്ടാം. അത് അറിയുന്ന ഒരാൾക്ക് ഡയറക്റ്റ് ക്യാൻസൽ ആയിട്ട് 1/4 എന്ന് എഴുതാം. അങ്ങനെ ചെയ്യാൻ നിങ്ങൾക്കൊരു ഫ്രാക്ഷൻ നോക്കുമ്പോൾ തന്നെ അങ്ങനെ ഒരു ആൻസർ കിട്ടണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരുപാട് ചെയ്ത് ശീലമായാലേ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. പെട്ടെന്ന് ഒരു ഫ്രാക്ഷൻ കണ്ടാല് അത് ഇന്നതാണെന്ന് നമുക്ക് പറയാൻ പറ്റണം. അങ്ങനെ കിട്ടണമെങ്കിൽ ഇതുപോലെ സിംപ്ലിഫൈ ചെയ്ത് കിട്ടുന്ന ഫ്രാക്ഷൻ ഒക്കെ സിംപ്ലസ്റ്റ് ഫോമിലേക്ക് മാറ്റി എഴുതിയാല് ഒരു ഫ്രാക്ഷൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇപ്പൊ 750 ഡിവൈഡഡ് ബൈ 1000. 750 divided by 1000 എന്നുള്ള ഫ്രാക്ഷൻ അതിനെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് പറയാം? 3/4 എന്ന് പറയാം. നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. 750 divided by 1000 എന്നുള്ളത് അതിന്റെ ഏറ്റവും സിംപ്ലസ്റ്റ് ഫോം 3/4 ആണ്. അതെങ്ങനെ കിട്ടുക? 0 പോയി. 75ല് 5 എത്ര തവണ പോവും? 15 ടൈംസ് പോകും. 100ല് 5 20 ടൈംസ് പോകും. അഗൈൻ 15ല് 5 3 ടൈംസ് പോകും. 20ല് 5 4 ടൈംസ് പോകും. നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് വന്നാലും ആൻസർ 3/4 എന്ന് കിട്ടും. പക്ഷെ നമുക്ക് കാണുമ്പോൾ തന്നെ പറയാൻ പറ്റും 750 by 1000 എന്നുള്ളത് 3/4 ആണ്. അത് നിങ്ങൾ ചെയ്ത് ശീലിച്ചാൽ മാത്രമേ അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് പറയാൻ പറ്റുള്ളൂ. ഓക്കെ.
അപ്പൊ ഇന്നത്തെ ക്ലാസ്സിന്റെ ടൈം തീരാറായി. ഹോംവർക്ക് വേണ്ടല്ലോ, ഹോംവർക്ക് ബാക്കി കുറച്ച് പോർഷൻസും കൂടി തീരാണ്ട്, അതും കൂടി തീർന്നിട്ട് എല്ലാം കൂടി ഒരുമിച്ച് നമുക്ക് ചെയ്യാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ? വീട്ടിൽ നിന്ന് കുറെ ഫ്രാക്ഷൻസ് എഴുതാം, എന്നിട്ട് അതിന്റെ സിംപ്ലസ്റ്റ് ഫോം നിങ്ങൾ തന്നെ കണ്ടുപിടിക്കാം. വലിയ നമ്പേഴ്സ് ഉപയോഗിച്ചിട്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും വെച്ച് ഫ്രാക്ഷൻസ് എഴുതാം, അതിന്റെ സിംപ്ലസ്റ്റ് ഫോം കണ്ടുപിടിക്കാം. ഓക്കെ, അങ്ങനെ ചെയ്ത് ശീലമായാലും പെട്ടെന്ന് ചെയ്യാൻ പറ്റും. മടി പിടിക്കരുത്, ചെയ്യാതിരിക്കരുത്. ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ, ചെയ്ത് പഠിച്ചാൽ മാത്രം. ഓക്കെ മിസ്. ഓക്കെ 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 ബൈ. അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ.